ഹലോ മുച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഒരു മാസത്തോളായി നമ്മുടെ ചാനലിന്റെ ഈ ഒരു കമന്റ് ബോക്സിലുണ്ടല്ലോ, ഒരു മൂവി ചെയ്യാൻ വേണ്ടി ഒരുപാട് കമന്റാ വരുന്നത്. മല്ലൂസ് 3-2 വന്നിട്ടുണ്ട്, അതായത് സ്ത്രീ എന്ന മൂവിയുടെ 2ാം ഭാഗം വന്നിട്ടുണ്ട്, ചെയ്യുന്നു. ഓൾറെഡി അതിന്റെ 1ാം ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഈ കഥ കേട്ട് മനസ്സിലാക്കാൻ അത് കേൾക്കേണ്ട ഒരാവശ്യമില്ല. വേണമെങ്കിൽ ഈ ഒരു കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കഥ പോയിട്ട് കേൾക്കാൻ കേട്ടോ. എന്തായാലും വളരെ ചുരുക്കിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഗ്രാമത്തിലുണ്ടല്ലോ, ആണുങ്ങളെ മാത്രം കൊന്നുകളയുന്ന ഒരു യക്ഷി. എല്ലാവരും അതിനെ സ്ത്രീ എന്നാ വിളിക്കാറ്. എന്നാൽ അതിന്റെ ആ ഒരു രഹസ്യം കാര്യങ്ങളൊക്കെ തേടിപ്പോയ സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആ നാട്ടുകാരാൽ അപമാനിക്കപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു വേശ്യാസ്ത്രീയുടെ ആത്മാവായിരുന്നു എന്ന് മനസ്സിലാവാണത്. മാത്രല്ല, ഈ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചതും ആ നാട്ടുകാരെ രക്ഷപ്പെടുത്തിയതും വിക്കി എന്നൊരു പയ്യനായിരുന്നു. അവന് സഹായമായിട്ട് എവിടുന്നോ വന്നൊരു പെണ്ണും ഉണ്ടായിരുന്നു. എന്താണ് ആ പെണ്ണിന്റെ പേര്, അവൾ എങ്ങോട്ടാ പോയതെന്നൊന്നും അവൻ ഇപ്പോഴും അറിയില്ല കേട്ടോ. എന്തായാലും സ്ത്രീ കാരണം കാണാതെ വന്ന എല്ലാ പുരുഷന്മാരും ഒരു തരി പോലും വസ്ത്രമില്ലാതെ ഒരു കോട്ടയുടെ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് അവരാരും മരണപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നവും തീർത്ത് അവസാനം എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് മനസ്സിലായപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അപമാനിച്ച് കൊന്നുകളഞ്ഞ ആ സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ട് ആരാധിക്കുകയാണെങ്കിൽ ഇവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്ത്രീക്ക് വേണ്ടി ഗ്രാമത്തിന്റെ വാതിൽക്കൽ തന്നെ അവർ വലിയൊരു ശില്പുണ്ടായി, അവരെ ബഹുമാനിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് വരുന്ന ഈ സ്ത്രീ ആ ശില്പം കണ്ട് തിരിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ ആദ്യ ഭാഗം തീർന്നതും അതുപോലെ തന്നെ ഈ 2ാം ഭാഗം ആരംഭിക്കാൻ പോകുന്നതും ഇതേ കാര്യം കാണിച്ചുകൊണ്ടാണ്. അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള ആരെയും ഉപദ്രവിക്കാതെ അവൾ തിരിച്ചു പോവാണ്. കാരണം അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബഹുമാനവും ഈ നാട്ടുകാർ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. വേശ്യ എന്ന് പറഞ്ഞ് പഴയ കാലത്തെ ആൾക്കാർ വളരെ ക്രൂരമായിട്ട് അവളുടെ തല വെട്ടി കൊന്നു കളഞ്ഞതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തെ ജനങ്ങൾ അവളെ ബഹുമാനിക്കാൻ തുടങ്ങി. കാലങ്ങളായിട്ടുണ്ടായിരുന്ന അവളുടെ ആ ഒരു പക ഉള്ളിൽ നിന്നും പോവുകയാണ്. അങ്ങനെ അർദ്ധരാത്രിയിൽ ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗം കാണിക്കുകയാണ്. രാത്രിയായപ്പോൾ ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു ലേഡി പുറത്തേക്ക് വരുന്നുണ്ട്. ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടുന്ന് ഇവിടുന്നായിട്ടൊക്കെ വല്ലാത്തൊരു ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. ആദ്യമൊക്കെ അത് ഒഴിവാക്കി വിട്ടെങ്കിലും ആ ശബ്ദം പിന്നീട് കൂടി വരാൻ തുടങ്ങി. കുറച്ച് അകലെയായിട്ട് ആരും ഒരാൾ നിൽക്കുന്നതായിട്ടും അവൾ കാണുന്നുണ്ട്. പിന്നെ കരിങ്കല്ല് പോലെ എന്തോ ഒന്ന് അവളുടെ അരികിലേക്ക് ഉരുണ്ട് വരികയാണ്. ആശ്ചര്യം കാരണം അത് അവൾ എടുത്തു നോക്കിയപ്പോൾ അതൊരു മുടി പോലെ ചുറ്റപ്പെട്ട എന്തോ ഒന്നായിരുന്നു. ആ മുടിയെല്ലാം മാറിയപ്പോൾ ഘോരമായിട്ടുള്ള ഒരു രാക്ഷസ മുഖം. പിന്നീട് ആ മുഖത്തിന് ചുറ്റുണ്ടായിരുന്ന ആ മുടിയും കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയെ ചുറ്റി വലിച്ചു പിടിക്കുകയാണ്. അവളെയും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ കരച്ചിലൊന്നും ആരും കേട്ടില്ല കേട്ടോ. അവസാനം ഒരു ചുമരിന്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേകതരം ഹോൾ ഉണ്ടാക്കി അവളെ കൊണ്ടുപോവാണ്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, സ്ത്രീ 2. ഇതിനുശേഷം ചന്തേരി ഗ്രാമത്തെ കാണിക്കാൻ കേട്ടോ. അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ സ്ത്രീ എന്ന ഒരു പ്രതിഷ്ഠ അവരുടെ ഗ്രാമത്തിൽ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അവളുടെ കഥകൾ പാടി നടക്കാൻ തുടങ്ങി. എല്ലാവർക്കും അത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാനും അവൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കാനൊക്കെ തുടങ്ങി. അത് അവരുടെ ആചാരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറാൻ തുടങ്ങി. ഒരു നാടകം പോലെയൊക്കെ ഇവരിത് നടത്തുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന രുദ്ര എന്ന പേരുള്ള ഒരാളാണ് കേട്ടോ. ഇയാൾക്കൊരു ബുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ രുദ്രയ്ക്ക് ഒരു കത്ത് വരുന്നുണ്ട്. ആ കത്തില് ചന്തേരി പുരാണം, അതായത് ഈ ഗ്രാമത്തെ കുറിച്ച് പറയുന്ന ഒരു പുരാണമാണ് ഈ ചന്തേരി പുരാണം. കഴിഞ്ഞ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവർക്ക് ആ ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ച് പേജുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതായത് ആ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ആ പേജുകളില്ല. ആ പേജാണ് ഇപ്പൊ ആരോ ഈ കത്ത് പോലെ അയച്ചിരിക്കുന്നത്. എന്നാൽ മിസ്സായ പേപ്പർ, അതിന് പുറമെ വേറെയും ചില പേപ്പറുകൾ. ഇത് കണ്ട് രുദ്ര ആകെ ഭയപ്പെടുകയാണ്. ഇത് പറയാനായിട്ട് നേരെ വിക്കിയുടെ അടുത്തേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ വിക്കിയെ കാണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ നാട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നു എന്ന് പറഞ്ഞില്ലേ, എല്ലാ പ്രശ്നവും കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എങ്ങോട്ടോ പോയി, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അവളെ ആലോചിച്ചുകൊണ്ട് ആരെ കണ്ടാലും അവൾ വന്നു എന്ന് തന്നെയാണ് ഇപ്പൊ വിക്കിക്ക് തോന്നുന്നത്. അങ്ങനെ വിക്കി ആകെ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഭയങ്കര ആശ മോഹത്തോട് കൂടിയിട്ട് അവൻ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് തലോടി പതിയൊരു ചുംബനം വെക്കാൻ പോകുമ്പോ ടേ എന്ന് പറഞ്ഞ് ചെള്ള നോക്കി കിട്ടുകയാണ്. വന്നത് വേറെ ആരുമല്ല, രുദ്രയായിരുന്നു. നിങ്ങൾ എന്ത് ഈ സമയത്ത് ഇവിടെ ചോദിക്കുമ്പോൾ ഡാടാ നീ ഇപ്പോഴും ആ ഒരു പെണ്ണിനെ മനസ്സിന്ന് കളഞ്ഞിട്ടില്ല അല്ലേ? പിന്നെ വേറൊരു കാര്യം പറയാണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു കത്ത് വന്നിട്ടുണ്ട്. അതിൽ ചന്തേരി പുരാണത്തിലെ മിസ്സായിട്ടുള്ള പേപ്പർ കഷ്ണുണ്ട്. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതില്ലടാ, നമ്മുടെ നാട്ടിലേക്ക് വേറെ എന്തോ ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള വള്ളി കേസുകൾ പിടിക്കാൻ നിങ്ങൾ മുട്ടുക്കനല്ലേ, നിങ്ങൾ പോയിട്ട് ആ ഒരു കേസ് പിടിക്കുന്നു പറഞ്ഞിട്ട് വിക്കിയുടെ പാട്ടിന് പോവാണ്. ഇതിനുശേഷം ഈ വിക്കിയും അതുപോലെ തന്നെ അവന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ടുള്ള ബിട്ടുവിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ബിട്ടു പറയുന്നുണ്ട്, വിക്കി നീ ആ ഒരു പെണ്ണിനെ മറക്ക്, നമുക്ക് വേറൊരാളെ നോക്കാന്നൊക്കെ പറയുമ്പോൾ എവിടെ, വിക്കിക്ക് ആ ഒരു പെൺകുട്ടിയെ മറക്കാനേ പറ്റുന്നില്ല. ഇതേ സമയത്ത് ഈ ബിട്ടു ഇപ്പൊ സ്നേഹിക്കുന്ന ചിട്ടി എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടി അങ്ങോട്ട് വരികയാണ്. ആള് ഭയങ്കര കോമഡി പീസാണ് കേട്ടോ. വന്ന പാട് തന്നെ വിക്കിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ വിക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ, സമാധാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ബിട്ടു പറയണേ അതൊന്നും വേണ്ട, ഞാൻ സമാധാനിപ്പിച്ചോളാന്ന് പറയാം. അത് കുഴപ്പമില്ല, ഒന്നും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് വിഷമിക്കേണ്ട കേട്ടോ, ഇവനെ കൊണ്ട് നമ്മളിവിടെ ഒരു ടച്ച് കിട്ടാൻ കാത്തിരിക്കണം. ആ സമയത്താണ് ഒരാവശ്യമില്ലാണ്ട് ഇവന് മാത്രം ഇങ്ങനെ ഓരോ കിട്ടുന്നത്. എന്നാൽ ഞാൻ പോവാട്ടോ പറഞ്ഞിട്ട് ചിട്ടി അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് തന്നെ ബിഡുവിനോട് പറയണ രാത്രി വരണം, എന്നെ ഉറക്കേണ്ടത് ഇന്ന് നീയാട്ടോ. അങ്ങനെ രാത്രിയായി. ഇതേ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ചിട്ടി, അവളുടെ വീട്ടിന്റെ പുറത്ത് നമ്മുടെ ബിക്കി ഒരു ബൈക്കിലിരിക്കുകയാണ്. കൂട്ടുകാരന്റെ കൂടെ കൂട്ടിന് വന്നതാണ്. ഇതേ സമയത്ത് ബിട്ടു ആണെങ്കിലോ ചിട്ടിയുടെ കൂടെ അവളുടെ കട്ടിനരികിൽ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം നല്ല പാട്ട് പാടി കൊടുത്താലേ ആൾ ഉറങ്ങുള്ളൂ. അപ്പൊ നല്ല സ്വീറ്റ് ആയിട്ട് നല്ല രീതിയിൽ പാടിത്തരാൻ വേണ്ടി ഈ ചിട്ടി ബിട്ടുവിനോട് പറയണം,
പറയാണ് ഞാൻ അങ്ങനെ പാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് പാടുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ ഉറക്കിയിട്ട് നമ്മുടെ ബിട്ടു നേരെ പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്ന വളരെ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വിക്കി പറയാണ്, പൊന്നു മോനെ ഒരു ഉണ്ടേ നടന്നിട്ടില്ല എന്ന് എനിക്കറിയാം, പാട്ട് പാടി നല്ലോണം ഉറക്കിയല്ലോ, എന്നാ നമുക്ക് പോവാന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു വലിയ പ്രശ്നം, ആ ഒരു തല, അത് ഈ പറഞ്ഞ ചിട്ടിയുടെ റൂമിലേക്കും വരികയാണ്. അപ്പൊ അവൾക്ക് തോന്നുന്നുണ്ട് എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് എന്ന്. ഭയം കാരണം അവള് നേരെ പോയിട്ട് ബാത്റൂമിന്റെ കഥ കിടക്കുകയാണ്. ആ സമയത്താണ് ഈ വാതിൽ വന്ന് എന്തോ നടിക്കുന്നത്, അലറി കരയാണ് അവള്. ഈ ശബ്ദം ആര് കേൾക്കുന്നുണ്ട്? ഇപ്പൊ ബിട്ടുവും കേൾക്കാണ്, വിക്കിയും കേൾക്കുകയാണ്. എല്ലാവരും വേഗം തന്നെ അവളുടെ ആ ഒരു മുറിയിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ അവൾ ഇല്ലായിരുന്നു. മാത്രമല്ല നാട്ടുകാരും വീട്ടിലുള്ള എല്ലാവരും വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചുമര് പൊളിഞ്ഞു കിടക്കാണ്. താഴെ ഉണ്ടായിരുന്ന കാറ് അത് തകർന്നു കിടക്കാണ്. എവിടെ നോക്കിയിട്ടും ചിട്ടിയെ കാണാനില്ല. നമ്മുടെ ബിട്ടു ആണെങ്കിലോ നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നതിനിടയിൽ അവിടെ തന്നെ കിടന്നിരുന്ന ഒരു പിച്ചക്കാരൻ പറയാണ്, നിങ്ങൾ ആരും നോക്കിയിട്ട് കാര്യമില്ല, അവളെ തലയില്ലാത്തൊരു മനുഷ്യൻ വന്ന് കൊണ്ടുപോയി എന്ന് പറയാണ്. ഇവനെ പ്രാന്തനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തല്ലാനൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വിക്കി എല്ലാ ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ലേഡിയെ കാണുകയാണ്. അവരുടെ പിന്നാലെ തന്നെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു പഴയ വീടിനരികിലെത്തുകയാണ്. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ചുറ്റുമെന്നും. അതുപോലെ തന്നെ ഉള്ളിലൊരു ഭയമുണ്ട്. എന്നാലും അവൻ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് അവനെ മോഹിപ്പിച്ച് കടന്നു കളഞ്ഞ ആ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുകയാണ്. എന്നാൽ ബിട്ടുവിന് തോന്നുക ഇത് വെറുതെ തോന്നലായിരിക്കും. രുദ്രഭയ്യ ഇത് നിങ്ങളായിരിക്കും അല്ലേ, പറ്റുമെങ്കിൽ എന്റെ മോന്തയ്ക്കൊന്ന് തരികയാണെങ്കിൽ എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടും, നിങ്ങളെ മര്യാദക്ക് കാണാൻ കഴിയും. എന്നാ അടിച്ചോ 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 എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി ഒന്നും നോക്കിയില്ല, പട്ടേന്ന് എന്റെ വെച്ചു കൊടുക്കുകയാണെന്ന്. അടി കിട്ടിയ വേഗം തന്നെ അവൻ ചാടി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇതെന്താ അടി കിട്ടിയിട്ട് മാറാത്തെന്ന് നോക്കുമ്പോൾ അവള് തന്നെ കാര്യം മനസ്സിലായി, അവള് തിരിച്ചു വന്നിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് അവന്. ഇതിനിടയിൽ ഇപ്പൊ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചപ്പോ ഈ ഒരു പെൺകുട്ടി പറയാണ്, ഇവിടെ നിന്നും കാണാതായ പെൺകുട്ടികളുണ്ടല്ലോ, ഇപ്പൊ കാണാതായ പോയ ചിട്ടി, അവള് വരെ എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. അവരെ ആരാണ് കൊണ്ടുപോയതെന്നും എനിക്കറിയാം. ആരാണെന്ന് ഭയങ്കര അത്ഭുതത്തിൽ വിക്കി ചോദിച്ചപ്പോ സ്ത്രീ എന്ന അക്ഷയ അവര് ഉണ്ടാവാൻ കാരണമായ അവരുടെ തല വെട്ടിയെടുത്ത ആ ആള് തന്നെ. അതുമായി ബന്ധപ്പെട്ട ഒരു ശില്പവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിന് താഴെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരാണ് ഈ പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ രുദ്രയുടെ ആ ഒരു ബുക്ക് ഷോപ്പിൽ കാണിക്കുകയാണ്. അവിടെ തന്നെയാണ് ഇപ്പൊ ബിട്ടു ഉള്ളത്. ബിട്ടു കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചിട്ടിയെ കാണാതായല്ലോ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വിക്കി പാഞ്ഞു വരുന്നത്. അവനോട് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രുദ്ര വേഗം തന്നെ ആ ഒരു ചന്തേരി ഒരാണ്ട് എടുത്ത് നോക്കുകയാണ്. മാത്രമല്ല രുദ്രയ്ക്ക് ഈയിടെയായിട്ട് കത്തിൽ വന്ന ആ ഒരു പേപ്പർ അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നത്, അതായത് സ്ത്രീ എന്ന ആ ഒരു പെൺകുട്ടി അവരായിരിക്കും കൊന്നു കളഞ്ഞതാണല്ലോ, അത് മറ്റാരും ആയിരുന്നില്ല. ആ ഗ്രാമത്തിന്റെ ആ സമയത്തെ തലവനായിട്ടുള്ള ചന്ദ്രഭാനു ആയിരുന്നു. ഈ ചന്ദ്രഭാനു എന്ന് പറഞ്ഞാൽ ഒരു കാളയെ പോലെ ശക്തവാനും അതുപോലെ തന്നെ ഒട്ടകത്തിനെ പോലെ ഉയരുള്ള ആൾ, എപ്പോഴും മദ്യപിക്കുന്ന, സ്ത്രീകളോടൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു രാവണനെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ആ ഒരു പുരാണത്തിലുണ്ടായിരുന്നു. ഇയാളുടെ ചിന്തയിൽ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ അടിമകൾ മാത്രമാണ്. അവൻ ഉപയോഗിക്കാനും ഭോഗിക്കാനും അതുപോലെ തന്നെ അവന്റെ കെട്ടക്ക് വിരിക്കാനുമായിട്ടുള്ള അടിമകൾ. ആ സമയത്താണ് സ്ത്രീ എന്ന് പറഞ്ഞ ഒരു വേശ്യ ഒരാളെ കല്യാണം കഴിക്കുന്നതും അവർക്കൊരു കുടുംബം ഉണ്ടാകുന്നതും. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ചന്ദ്രഭാനു അവന്റെ ആൾക്കാരും കൂടെ ആദ്യം ആ സ്ത്രീയുടെ ഭർത്താവിന്റെ തല വെട്ടിയെടുത്തു. എന്നിട്ട് അവരെയും കൊന്നുകളഞ്ഞു. അവരുടെ കുഞ്ഞുങ്ങളെയും തീയിൽ ചുട്ടരിച്ചു. പിന്നീട് ആത്മാവായി മാറിയ, യക്ഷിയായി മാറിയ ഒരു സ്ത്രീ വന്ന് ചന്ദ്രഭാനുവിന്റെയും അവന്റെ ആൾക്കാരുടെയും തല അറുത്തെടുത്തു. തലയില്ലാത്ത അവരുടെ ശരീരം എവിടെയോ കൊണ്ടുപോയി മറച്ചു വെച്ചു. അതുപോലെ ഈ നാട്ടിൽ ഇത്രയും കാലം സ്ത്രീ ഉണ്ടായതുകൊണ്ട് ആ ചന്ദ്രഭാനുവിന്റെയും കൂട്ടരുടെയും ആത്മാക്കൾ വന്നില്ല. എന്നാൽ സ്ത്രീ പോയി കഴിഞ്ഞതുകൊണ്ടാണ് സ്ത്രീലമ്പടന്മാരായിട്ടുള്ള അവന്മാർ തിരിച്ചു വന്നിരിക്കുന്നത്. നേരത്തെ ആ ഒരു പിച്ചക്കാരനും ഇത് തന്നെയാ പറഞ്ഞത്, തലയില്ലാത്തൊരു രൂപത്തെ കണ്ടു എന്ന്. ഈ കാര്യങ്ങളൊക്കെ രുദ്ര പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു വിക്കിക്ക് മനസ്സിലായി. ഇതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ച സമയത്ത് അവള് തിരിച്ചു വന്നടാന്ന് പറയാണ്. അവരുടെ ആ ഒരു പേരൊന്നും ഈ കഥയിൽ അങ്ങനെ പറയുന്നില്ല. സോ തൽക്കാലം നമുക്ക് പേര് പറയുന്നത് പോലെ ഏഞ്ചൽ എന്ന് പറയാം. എന്റെ മാലാക ഏഞ്ചൽ വന്നടാന്ന്. ഇത് കേട്ടപ്പോ തന്നെ രുദ്രയും നമ്മുടെ ബിട്ടും തലയിൽ കൈവച്ചിട്ട്, എടാ നിന്റെ വട്ടൊന്ന് ഒഴിവാക്ക്, എങ്ങനെയാ മനസ്സിലായതെന്ന് പറയടാ. ഇപ്പൊ വിക്കി പറയണേ, എടാ അവള് പറഞ്ഞു, എന്നോടെല്ലാം പറഞ്ഞു, ശരിക്കും നിന്റെ ചിട്ടി എവിടെയാന്ന് വരെ അവൾക്ക് അറിയാന്ന് പറയാണ്. പിന്നീട് ആ ഒരു പ്രണയത്തിൽ അവൻ അങ്ങനെ അലിഞ്ഞു പോവാണ്. പിന്നീട് ബിട്ടുവിനോട് വിക്കി പറയാണ്, എന്തായാലും ഇപ്പൊ എനിക്കറിയില്ല ചിട്ടി എങ്ങോട്ടാ കൊണ്ടുവരുന്നത്, അടുത്ത തവണ ഞാൻ എന്റെ മാലാകയെ കാണുമ്പോൾ ഞാൻ അവളോട് ചോദിക്കാന്ന് പറയാണ്. അങ്ങനെ വിക്കി വീണ്ടും ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ആ പഴയ വീട്ടിലേക്ക് പോവാണ്. നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ട്. ഭയങ്കര രസമുള്ള പ്രണയപരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ. അങ്ങനെ റൊമാൻറ്റിക്കായി അവന്റെ വിരൽ അവളുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു അറ്റാക്ക് അടിയാണ്. നോക്കുമ്പോൾ ഒരു ഘോരമായ മുഖത്തോട് കൂടിയിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നെ കടിച്ചേന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ വീടിന്റെ പുറത്തുണ്ടായിരുന്ന നമ്മുടെ ബിട്ടു അതുപോലെ തന്നെ രുദ്ര രണ്ടുപേരും ഉള്ളിലേക്ക് വന്നിട്ട് എന്താ 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 പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലവ് ബൈറ്റ് എന്ന് പറയാണ്. ഇനിയിപ്പോ ലവ് ബൈറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരോട് ഈ പ്രേമിക്കുന്ന സമയത്ത് കൊടുക്കുന്ന
കൊടുക്കുന്ന ഒരു കടിയാണ് ഈ ലവ് ബൈറ്റ്. അത് കിട്ടി എന്റെ ഒരു വിരല് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര നിലവിളി. നോക്കുമ്പോൾ വിരലിനൊന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ അവന്റെ ഒരു തോന്നലാണെന്ന് രുദ്രയും അതുപോലെ തന്നെ നമ്മുടെ ബിട്ടുവും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ തോന്നലൊന്നുമല്ല, ഇത് കാര്യമെന്ന് അവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചിട്ടി എങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അത് നീ ചോദിച്ചു നോക്കിയെന്ന് പറയണം. എവിടെ ഒരു ഉത്തരവില്ല. ഇതേ സമയത്ത് ഇവർക്ക് സംഗതി കുറച്ച് കുഴപ്പമെന്ന് മനസ്സിലായി. ഇനി ഒറ്റൊരു വഴിയേ ഉള്ളൂ, സ്ത്രീയെ വിളിക്കുക. അതായത് യക്ഷിയാണെന്ന് കരുതി ഇവർ ഉപദ്രവിച്ച സ്ത്രീയെ ഇവർ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയില്ലേ, അവളെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുക. അവൾക്ക് മാത്രമേ ഇവർ രക്ഷപ്പെടുത്താൻ കഴിയൂ. പക്ഷേ സ്ത്രീയെ ഇനി ഇവർക്ക് വിളിക്കാൻ പറ്റുമോ? കാരണം അവളുടെ ശക്തി മുഴുവൻ ഉണ്ടായിരുന്നത് അവളുടെ ആ ഒരു മുടിയിലായിരുന്നു. ആ മുടി തന്നെയാണ് വിക്കി കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നാൽ രുദ്രഭയ്യ പറയാണ്, ഏയ് അതൊന്നും കുഴപ്പമില്ല, അവളുടെ ശക്തി എന്ന് പറഞ്ഞാൽ വെറും ആ ഒരു മുടിയിൽ മാത്രമല്ല, അത് അവളുടെ ഒരു ഭാഗം മാത്രം, അത്രേ ഉള്ളൂ. നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയാണ്. പക്ഷേ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമുണ്ടെന്ന് പറയാണ്. ഇതിനുശേഷം ഇവർ നേരെ പോകുന്നത് അരുണാചൽ പ്രദേശിലേക്കാണ്. കാരണം അവിടെയാണ് സ്ത്രീ പണ്ട് തട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെ തടവിൽ വെച്ച നമ്മുടെ ജനാർദ്ദരനുള്ളത്. തൽക്കാലം നമുക്ക് അവന് ജന തന്നെ വിളിക്കാം. അങ്ങനെ ജനയുടെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ്. ആ സീനാണ് ബേദിയ എന്ന മൂവിയുടെ അവസാനം നമ്മൾ കണ്ടത്. എന്തായാലും ഇവർ രണ്ടുപേരും വന്നപ്പോൾ നമ്മുടെ ജന ഒരു ഞെട്ടലോട് കൂടിയാ നോക്കുന്നത്. പിന്നെ സന്തോഷം അഭിനയിക്കുന്നു. എന്റെ കൂട്ടുകാർ വന്നു, എന്റെ കൂട്ടുകാർ വന്നു. നിന്റെ ഉടായ്പൊക്കെ അവിടെ നിർത്തിയേക്ക്, നീ ഞങ്ങളിൽ നിന്ന് ഒളിച്ചിരിക്കാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും നാട്ടിലേക്ക് വാ, ഒരു ചെറിയ കാര്യം ഉണ്ടെന്ന് പറയണേ. ഇതേ സമയത്താണ് ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട് ഇവർ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ചെന്നായി ആയി മാറിക്കിടക്കുന്ന ഈ ജനയുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, ബേദിയ എന്ന ഒരു മൂവി കണ്ടവർക്ക് മനസ്സിലാവും. അതായത് ഈ മൂവി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് എന്ന് കരുതി ഒരു മൂവി കണ്ട് അതിലെ കഥ മനസ്സിലാക്കാനായിട്ട് ബാക്കിയുള്ള മൂവി കാണണം എന്നില്ല കേട്ടോ. എന്തായാലും ഇവരങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ചെന്നായി രൂപത്തിലുള്ള ജനയുടെ കൂട്ടുകാരനെ കാണുകയാണ്. പക്ഷേ അതൊരു മനുഷ്യനാണ്, മനുഷ്യൻ ചെന്നായി മാറിയതാണെന്നും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ബിട്ടുവിനും അതുപോലെ തന്നെ വിക്കിക്കും അറിയില്ല. എന്തായാലും വാതിൽ തുറന്ന ഉടനെ തന്നെ സാധന സ്ഥലം വിടുകയാണ്. ഇതിനുശേഷമാണ് നമ്മുടെ ജന ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ഇരിക്കുക, കാര്യം പറയാതെ ബിട്ടു പറയണേ, എടോ നമുക്ക് ആ ഒരു സ്ത്രീയുടെ സഹായം ആവശ്യമുണ്ട്, നീ വന്നാലേ പറ്റുള്ളൂ. കാരണം നിന്റെ ഉള്ളിൽ കുറച്ച് ദിവസം അവള് വന്നിരുന്നയാണല്ലോ, നിനക്കൊരു ബാധ പോലെ കയറിയതാണല്ലോ. ഇത് കേട്ടപാടെ ജന പിന്നോട്ട് ഓടുകയാണ്. അപ്പൊ പിടിച്ചു വെച്ച് വിക്കി പറയണേ, എടാ അവളിങ്ങോട്ട് കൊണ്ടുവരണം എന്നല്ല, അവളുമായി ബന്ധപ്പെട്ട ഒരു നാടകം നടത്താൻ പോകുന്നുണ്ട്, അതിൽ നിനക്കൊരു അടിപൊളി വേഷം നമ്മുടെ രുദ്രഭയ്യ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകാനാ. ഓ നാടകമായിരുന്നു, എന്നാ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പാവം ഇതിനെയും കൂട്ടിക്കൊണ്ട് ഇവർ നേരെ ഇവരുടെ ചന്തേരിയിലേക്ക് പോവാണ്. അതായത് അവരുടെ ഗ്രാമത്തിലേക്ക് കേട്ടാ. അങ്ങനെ ചന്തേരിയിലേക്ക് എത്തി നേരെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ജനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് രുദ്രഭയ്യ നാടകമൊന്നും അല്ല, ഇതുപോലെ ചെറിയൊരു പരിപാടിയുണ്ട്. ഇത് പറഞ്ഞ സമയത്ത് ആദ്യമൊന്നും ജന സമ്മതിച്ചില്ല, മച്ചനാകെ പേടിയാവുകയാണ്. പക്ഷേ ബിട്ടുവിന്റെ പെണ്ണിന്റെ കാര്യമല്ലേ, അവളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് അവരുടെ കൂടെ പോവാണ്. എങ്ങോട്ടേക്ക്? പണ്ട് ഇവരെ എല്ലാവരും ആ ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുപോയ പഴയ ആ ഒരു കൊട്ടാരത്തിലേക്ക്. അവിടെ ഇപ്പൊ ആരുമില്ല, ആകെ എന്താ പറയാ മാറാല കെട്ടി കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇവർ പോകുന്ന സമയത്ത് പറയുന്നത്, അല്ല നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ചെന്ന ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് വരുമോ, അവളുടെ സഹായം നമുക്ക് കിട്ടുമോ? അവളുടെ ബാധ ഒരു വട്ടം കയറിയത് ഇവന്റെ ഉള്ളിലായില്ലേ, അപ്പൊ ഇവൻ ഒറ്റയ്ക്ക് പോയാലല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അത് ശരിയാന്ന് എല്ലാവരും പറയണം. ഇപ്പൊ ജന പറയണ അതങ്ങനെ ശരിയാവണ്ട, ജന നീ ഒന്നും നിൽക്കും, നമ്മൾ 3 പേരും നമ്മൾ വലിയ ആൾക്കാരൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ വിക്കി ബിട്ടു രുദ്ര ഇവർ 3 പേരും സംസാരിക്കണം. ഇവൻ എങ്ങനെയെങ്കിലും ഒറ്റക്കാക്കിയാലേ അവൾ ഇങ്ങോട്ട് വരുള്ളൂ. അതിനൊരു ഐഡിയ ഉണ്ട്. ഡാ ജന ഇങ്ങോട്ടേക്ക് വന്ന് ദാണ്ട് അവിടെ ഒരു മഴവില്ല് കണ്ടോ? എവിടെ മഴവില്ല് എവിടെയെന്ന് പറഞ്ഞിട്ട് ജന അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവര് 3 പേരും പിറകിലേക്ക് ഒരു ഒറ്റ ഓട്ടം ഇടുക. എടാ മഴവില്ല് കാണുന്നില്ലടാ, നിങ്ങൾ എവിടെയാ കണ്ടത്? ഇതും നോക്കി പാവം നമ്മുടെ ജന ഇവരെ തിരിഞ്ഞു നോക്കിയപ്പോ ഇവരാരും കാണാനില്ല. ചെക്കൻ നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എവിടെയോ കിടക്കുന്ന ചെക്കനെ വിളിച്ചുകൊണ്ടെന്ന് പണി മേടിച്ചു കൊടുക്കുന്ന നല്ല കൂട്ടുകാര്. ഇതുപോലത്തെ കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടാ. എന്തായാലും ജനയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവര് 2 ഭാഗത്തേക്ക് ഓടിയല്ലോ. നമ്മുടെ വിക്കി ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ബിട്ടുവും രുദ്രയും. ശരിക്കും ഇവരിങ്ങനെ ഒറ്റക്കായി നിൽക്കുന്ന സമയത്ത് ആ ഒരു തലയുണ്ടല്ലോ, ഇതിനെ പല ഭാഗത്തായിട്ട് ഇവർ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് നിലവിളിച്ച് ഓടുകയാണ്. അങ്ങനെ 4 പേരും അവസാനം ഒരേ സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. ഇതിനിടയിൽ ഒരു ഭാഗത്തേക്ക് പോയിട്ട് വിക്കി നിന്നിട്ട് പറയണം, ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് കഴിഞ്ഞ തവണ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് വന്ന് നമ്മുടെ ജനയെ വലിച്ചു കൊണ്ടുപോകണം. ഇവരെല്ലാവരും നോക്കുമ്പോൾ ഏതോ ഒരു ചുമരിന്റെ മുകളിൽ അവൻ അങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ണെല്ലാം ഒരുമാതിരി ഒരു അവസ്ഥയിലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവർ കുറെ നേരം അവനെ വലിച്ച് താഴേക്ക് ഇടാൻ നോക്കി, എന്നാൽ അവനായിട്ട് തന്നെ താഴേക്ക് അങ്ങ് വന്ന് വീഴുകയാണ്. എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അവസാനം ശ്വാസം നോക്കിയ സമയത്ത് രുദ്രഭയ്യ പറയണം, അടാ ആള് പോയി തോന്നുന്നു. കേട്ട വേർഡിന് നമ്മുടെ ബിട്ടും അതുപോലെ തന്നെ വിക്കിയും കിടന്ന് നിലവിളിക്കുകയാണ്. ഇതിനിടയിൽ ചാടി എഴുന്നേൽക്കുകയാണ് നമ്മുടെ ഈ ഒരു ജന, ഒരു വല്ലാത്ത മുഖമായിട്ട്. പിന്നീട് എഴുന്നേറ്റ് ഒരു ഓട്ടം ഓടുന്നുണ്ട്. അതിന്റെ പിറകാലെ ഈ വിക്കിയും ബിട്ടും രുദ്രയും ഓടുന്നുണ്ട്. ഓടി ഓടി അവസാനം ബൈക്ക് എടുത്തു. ബൈക്ക് മാറ്റി ഇവരങ്ങനെ പോവുകയാണ്. ഒരു ബൈക്കിൽ വിക്കി അതുപോലെ തന്നെ ബിട്ടു, മറ്റൊരു ബൈക്കിൽ രുദ്രഭയും അതുപോലെ തന്നെ ജനയും. ഇതേ സമയത്ത് ആ പഴയ കോട്ടയുടെ ഉള്ളിൽ നിന്നും ചീഞ്ഞളിഞ്ഞ ദേഹവുമായിട്ട് ഒരു സാധനം പുറത്തേക്ക് വരികയാണ്. ഈ സാധനം അതിന്റെ കഴുത്ത് പറിച്ചെടുത്ത് ഒരേറ്റ ഏറുകയാണ്. ഈ കഴുത്ത് പിന്നീട് രക്ഷപ്പെട്ടു പോകുന്ന നമ്മുടെ പിള്ളേരുടെ പിന്നാലെ പാഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാര് കാണുകയാണ് വിക്കി ബിട്ടു. 2 പേരും കാണുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ഈ തല നേരെ പോകുന്നത് ജനയുടെ അടുത്തേക്കാണ്. ഇത് വന്നിട്ട് അതിന്റെ ആ ഒരു മുടി കൊണ്ട് ജനയെ ഇറക്കി പിടിക്കുകയാണ്. ജനയാണെങ്കിലും പൂര നിലവിളി. രുദ്രഭയ്യ പറയാണ്, എടാ അത് നിന്നെ പിടിച്ചെങ്കിൽ നീ എന്തിനാ എന്നെ പിടിക്കുന്നത്? ജന പറയാണ്, തന്തെ ഞാൻ പോവാണെങ്കിൽ നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇതേ സമയത്തിന് രുദ്രഭയ്യ കയ്യിലുണ്ടായിരുന്ന ഒരു ഇച്ചിരി മദ്യത്തിന് ആ ഒരു ബോട്ടിൽ കൊടുക്കുകയാണ്. അത് അതിന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ പറയണം. ജന അത്
അതുപോലെ തന്നെ ചെയ്തു. അതിന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഭൂതാണെങ്കിൽ ആഹാ നല്ല മദ്യം നക്കി തിന്നാണ് സോറി കുടിക്കാണ്. ഇതേ സമയത്ത് തന്നെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അതിന്റെ മുഖത്തേക്ക് വെച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് തീ പിടിക്കുകയാണ് കേട്ടോ. തീ പിടിച്ചതും ഇതിന്റെ കൺട്രോൾ പോയിട്ട് നിലത്ത് ഉരുണ്ട് പോയിട്ട് നമ്മുടെ വിക്കിയുടെയും ബിട്ടുവിന്റെയും ബൈക്കിന് നേരെ വരികയാണ്. ഇവര് പേടിച്ച് ബൈക്ക് അവിടെ ഇട്ടെ. ഇപ്പൊ ബൈക്കിന്റെ അടിയിൽ ഇതിന്റെ തല കൊടുക്കണം. അങ്ങനെ 4 പേരും അലറി വിളിച്ചുകൊണ്ട് ആ ഒരു ബൈക്കിൽ രക്ഷപ്പെട്ട് നേരെ ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവരുടെ ആ ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ എത്തിയ പാട് തന്നെ നമ്മുടെ ജന കിടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. എന്നെ പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നല്ലേ. എന്നിവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു വലിയ കാലച്ച് കേൾക്കണം. ആകെ പേടിച്ച് വിറച്ച് ഇവന്മാര് 3 പേരും ഒരൊറ്റ ഓട്ടാണ്. എന്നാൽ ഈ മണ്ടൻ ജന ഇവന് പെട്ടെന്നൊന്നും ട്യൂബ് കത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഓടി വിളിക്കണമെന്നൊന്നും ഇവൻ പെട്ടെന്ന് അറിയില്ല. ശബ്ദം കേട്ടു ബാക്കിയുള്ള 3 പേര് ഓടി. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണാനില്ല. ഇവരെവിടെ പോയതുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ അവിടെ തന്നെ ആനയുടെ ഒരു പാവ ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ 3 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് ഇവനെ വലിച്ചു കയറ്റുകയാണ്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ ഇവർ 4 പേരും അതിനുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ പുറത്തെന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ജനയോട് ഒന്ന് നോക്കാൻ പറയുമ്പോൾ ജന പതിയെ അതിന്റെ ആ ഒരു ഷോളം മാറ്റി നോക്കുമ്പോൾ തലയില്ലാത്തൊരു രൂപത്തെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ തല ഉള്ളിലേക്ക് ഇട്ടിട്ട് പറയാതല്ല അതെന്താന്ന് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവർ വിളിച്ചിരുന്ന ആ ആനയുടെ പാവയെ ഈ സാധനം വന്ന് പൊക്കിയെടുത്ത ഒരേറ്റ ഏറിയാണ്. അതിനുള്ളിൽ വിളിച്ചിരുന്ന നമ്മുടെ വിക്കിയെ തൂക്കിയെടുക്കുകയാണ്. ബാക്കിയുള്ള 3 പേരും പുറംതിരിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. എന്താച്ച കാട്ടട്ടെ വെച്ചിട്ട്. പിന്നെ ശബ്ദമൊന്നും കേൾക്കാണ്ട് നോക്കുമ്പോൾ വിക്കി ഈ സാധനം വന്ന് തൂക്കിയെടുത്തിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു തല അത് വേറെ തന്നെ വന്നിട്ട് ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എവിടുന്നാന്ന് അറിയില്ല എന്തോ ഒന്ന് വന്ന് ഇതിനിട്ട് ഒരേറ്റ അടിയാണ്. ഇതിൽ ഈ തല ആകെ തെറിച്ചുപോയി. ആ പിടുത്തത്തിൽ നിന്ന് വിക്കി രക്ഷപ്പെട്ടു. നോക്കുമ്പോഴല്ലേ നമ്മുടെ കഥാനായകി അതായത് നമ്മുടെ വിക്കിയുടെ ഏഞ്ചൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവളുടെ മുടിയിൽ മറ്റൊരു മുടി കണക്ട് ചെയ്തിട്ട് അതിനൊരു വെളിച്ചമുണ്ട്. ആ മുടി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ കഥയിൽ ആ യക്ഷിയെ നശിപ്പിക്കാൻ നേരത്ത് അവളുടെ മുടി മുറിച്ചെടുത്തായിരുന്നു. ആ മുടിയുമായിട്ട് ഈ മാലാക അന്ന് കടന്നു കളഞ്ഞിരുന്നു. ആ സിനിമയുടെ അവസാനത്തിൽ ഈ മുടിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്നും കാണിച്ചിരുന്നു. ആ മുടി അവളുടെ മുടിയിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന് വല്ലാത്തൊരു പവറും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പവർ വന്ന ആ ഒരു മുടി ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ വന്ന പെൺകുട്ടി ഉണ്ടല്ലോ ഈ ഒരു ഭൂതത്തിനെ ആക്രമിക്കുകയാണ്. തുടക്കത്തിലൊക്കെ ആ ഒരു മുടി വെച്ച് നല്ല പെട കൊടുത്തെങ്കിലും ഒരു സമയത്ത് ഈ ഭൂതം ആ ഒരു മുടിയിൽ ഒരു പിടുത്തം പിടിക്കുകയാണ്. എന്നിട്ട് അവളെ കറക്കി തിരിച്ച് ഒരേറ്റ ഏറ് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ആ ഒരു സാധനത്തിന് അവിടെ എവിടെയും കാണാനില്ല. അങ്ങനെ ഇവർ 4 പേരും ഇപ്പൊ ഈ ഒരു മാലാഖയുടെ അടുത്തേക്ക് വരികയാണ്. അവളുടെ കൂടെ നിൽക്കുമ്പോൾ സ്ത്രീയുടെ വലിയ ശില്പം ഇവിടെ ഉണ്ടാക്കി വെച്ചില്ല അത് തകർന്ന് താഴേക്ക് വീഴുകയാണ്. പിന്നെ അതിന്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പോയപ്പോൾ അതിന്റെ മുകളിലായിട്ട് തലയും പിടിച്ച് നിൽക്കുന്ന ആ ഒരു രൂപം ഒരലറലുണ്ട് അവിടെ വെച്ചിട്ട്. ഇത് കണ്ട് നമ്മളുടെ പിള്ളേരുടെ കിളിക്കൂടെ അങ്ങോട്ട് പാറിപ്പോവാണ്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ടീംസ് ആ ഒരു പെണ്ണ് അതായത് അവരുടെ പേര് പറയുന്നില്ല കേട്ടോ തുടക്കത്തിലൊന്നും. അതുകൊണ്ടാണ് പെണ്ണെന്നും അല്ലെങ്കിൽ മാലാക എന്നൊക്കെ വിളിക്കുന്നത്. തൽക്കാലം നമുക്ക് ഏഞ്ചൽ മാലാക എന്നൊക്കെ വിളിക്കാം. അതായത് നമ്മുടെ വിക്കിയുടെ മാലാക. അപ്പൊ അവരോട് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എവിടെ പോയതായിരുന്നു, എന്താ പറ്റിയത്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മുടി അത് അന്ന് നമ്മൾ ഒഴിവാക്കിയ അല്ലെങ്കിൽ ഒഴിപ്പിച്ച സ്ത്രീ എന്ന യക്ഷിയുടെ ആ മുടിയല്ലേ. ഇതൊക്കെ ചോദിക്കുമ്പോൾ അവള് ആന്ന് പറയാണ്. കാരണം അതിന്റെ ആ ഒരു പവർ അത് ഉപയോഗിക്കുന്നത് ഇവരെല്ലാവരും കണ്ടാണ്. ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ആ ഒരു മുടി ഉപയോഗിച്ചുകൊണ്ട് അവൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു എങ്ങനെ ആ മുടി നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന്. അല്ല നിങ്ങളിപ്പോ എന്തിനാ ഇപ്പൊ നാട്ടിലേക്ക് വന്നെന്ന് ഇവർ ചോദിക്കുന്ന സമയത്ത് ഈ നാട്ടിലേക്ക് വലിയൊരു ആപത്ത് വരുന്നുണ്ട്. സോ അതറിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ജനയുടെ വീട്ടിൽ നിന്നും ഇവരെല്ലാവരും വിളിച്ചു വരുത്താണ്. കാരണം എന്താ വെച്ചാൽ ജന ഉറങ്ങുന്നില്ല കണ്ണടക്കുന്നില്ല ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ മാലാഖ ഉണ്ടല്ലോ അവളിപ്പോ ജനയുടെ തലയിൽ കൈവച്ച സമയത്ത് അവന് നോക്കിയാവാണ്. ഈ സമയത്താണ് അവനൊരു കാര്യം പറയുന്നത്. അന്ന് ഇവർ ആ ഒരു കോട്ടയിലേക്ക് പോയില്ലേ അപ്പൊ ഒരു ചുമരിൽ കൊണ്ടുപോയിട്ട് അവൻ ഒട്ടിച്ചു വെച്ചല്ലോ. ആ സമയത്ത് അവൻ മരിച്ചിരിക്കുകയല്ലായിരുന്നു. അവനപ്പോ മറ്റൊരു ലോകത്തിലേക്ക് അതായത് ഈ നാട്ടിലേക്ക് വന്നിട്ട് സ്ത്രീകളെ കൊണ്ടുപോകുന്ന ആ ഒരു ഭൂതത്തിന്റെ ആ ഒരു ലോകം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഈ കല്ലുകളൊക്കെ തലകീഴായിട്ട് കിടക്കുന്നു. ലാവ അതായത് ഉരുകിയ കല്ലുകളെ കൊലിക്കുന്നു. ഒരു നരകം പോലെയുള്ള ഒരു സ്ഥലം. അവിടെ തന്നെ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീകളെയും ആ കൂട്ടത്തിൽ നമ്മുടെ ബിട്ടുവിന്റെ പെണ്ണായിട്ടുള്ള ചിട്ടിയും കാണുകയാണ്. അവൻ കണ്ണടക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും അവനിപ്പോ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഈ ഒരു ഏഞ്ചൽ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ ഈ ഭൂതം പണ്ട് ഈ നാട്ടിലുണ്ടായിരുന്ന ആള് തന്നെയാണ്. അതായത് ഈ നാട്ടിലെ ഗ്രാമത്തലവനായിരുന്നു ചന്ദ്രഭാനു. ഭയങ്കരമായിട്ടുള്ള സ്ത്രീകളെ അടിമയാക്കി നടത്തുന്ന ഒരാളായിരുന്നു. സ്ത്രീകൾ തന്റെ ഇടം കാണിക്കുന്നതോ അവർ എന്താ പറയാ അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ അങ്ങനെയുള്ള തന്റേടിയായിട്ടുള്ള പെൺകുട്ടികളെയാണ് ഈ ഭൂതം വന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ ബിട്ടുവിന്റെ പെണ്ണുണ്ടല്ലോ ചിട്ടി അവൾ അതുപോലെ തന്റേടിയായിരുന്നു. അതുപോലെ തന്നെ കഥയുടെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയില്ലേ അവൾ അവളുടെ ഇഷ്ടത്തിന് സിഗരറ്റ് വലിക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടിയും കൊണ്ടുപോവാണ്. അതായത് ഒരു പഴയ ചിന്താഗതിയുള്ള ഒരു ഭൂതാണിത്. പിന്നീട് രുദ്രാബായി
തന്നെ നാട്ടിലെ എല്ലാ സ്ത്രീകളോടും പറയുന്നുണ്ട്, പ്രായപൂർത്തിയായ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, നിങ്ങളെ കൊണ്ടുപോകാൻ പാകത്തിന് ഒരാൾ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അല്ല, എന്തിനാ ഞങ്ങളെ മാത്രം കൊണ്ടുപോകുന്നേ എന്ന് സ്ത്രീകൾ ഒരു ഭയത്തോടെ ചോദിച്ച സമയത്ത്, അത് പിന്നെ GST അടക്കാൻ, GST ഇല്ലേ, GST ഒന്ന് പോതള്ളേ അവിടുന്ന്, വേണമെങ്കിൽ സൂക്ഷിച്ചോന്ന് പറയാണ്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ വിക്കി ഒരു ടൈലർ ആണല്ലോ, ഇതിന്റെ ആദ്യ ഭാഗം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ വിക്കിയുടെ അടുത്തേക്ക് സ്ത്രീകൾ വരിയായിട്ട് വരിക. ഈ ബ്ലൗസിന്റെ മുൻഭാഗം ഉണ്ടല്ലോ, അത് കഴുത്ത് വരെ അങ്ങോട്ട് എത്തിക്കോട്ടെ, ഈ ബ്ലൗസിന്റെ ബേക്ക് ഭാഗം ഉണ്ടല്ലോ അതൊരു കർട്ടൻ വെച്ച് അങ്ങോട്ട് അടച്ചോട്ടെ, ഫുള്ളായിട്ട് ശരീരഭാഗം ഒന്നും കാണാത്ത രീതിയിലുള്ള ഡ്രസ്സ് അവനെ കൊണ്ട് തയ്പ്പിക്കാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അല്ല ചേച്ചി, ഞാൻ പിന്നെ വന്നാൽ പോരെ, നമ്മൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞത് മോശമല്ലേ, കാരണം ആ രീതിയിൽ പോകുന്നൊരു സ്ത്രീയാണത്. എന്തായാലും ഇവർ രണ്ടുപേരും ഒരു പഴയ വീടിനുള്ളിലേക്ക് നമ്മുടെ വിക്കിയെ കൊണ്ടുപോകണം. നോക്കുമ്പോൾ എന്താ അവിടെ കുറെ സ്ത്രീകൾ ഇതുപോലെ നിൽക്കുന്നുണ്ട്. ഇവർ വന്നിട്ട് വിക്കിയെ നല്ല ആട്ടാണ്. അതായത് ഇവർ പറയുന്നത് കുറെ നാൾ മുന്നേ, അതായത് ഈ സിനിമയുടെ ഒന്നാം ഭാഗത്തിലൊക്കെ സ്ത്രീയുടെ ശല്യമായിരുന്നു. സ്ത്രീയുടെ ശല്യം കൊണ്ട് പുരുഷന്മാർ മാത്രം പിടിച്ചാൽ മതി. ആ ഒരു സമയത്ത് എല്ലാം കൂടെ ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു. എന്തായാലും വിക്കി കാരണം സ്ത്രീ പോവുകയും ചെയ്തു, പുരുഷന്മാർ അവർ പഴയതുപോലെ ആവുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇതിനെല്ലാത്തിനും കാരണം നീയാ, ഇതെങ്ങനെയെങ്കിലും ശരിയാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയണം. ഇപ്പൊ വിക്കി പറയണ, ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ ആ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ, എന്താ പറയാ, അമീർ ഖാൻ അമിതാഭ് ബച്ചന്റെ അടുത്ത് നിന്നതുപോലെ ഒരു പന പോലത്തെ ഒരു സാധനം, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഏയ് അങ്ങനെയൊന്നുമല്ല, നിന്നെ കൊണ്ട് പറ്റുവിടാ മോനെ, അങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് അവന്റെ കഴുത്തിൽ ഒരു മാലയൊക്കെ ഇട്ട് അവനൊരു സൂപ്പർ ഹീറോ ആക്കി ഇവർ മാറ്റുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ലാതെ വിക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് ആര് വരികയാണ്, നമ്മുടെ ഏഞ്ചൽ വരുന്നുണ്ട്. കൂടെ തന്നെ പാരിണ്ട് ബിട്ടു ഉണ്ട്, അതുപോലെ രുദ്രബയ്യും ഉണ്ട്, ജനയും ഉണ്ട്. അപ്പൊ എന്താണ് ഇതിനൊരു പരിഹാരം നോക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരാള്, ആ ആളാണല്ലോ നമ്മുടെ സ്ത്രീയെ നെക്ഷി ഓടിപ്പിച്ചത്, അതേ ആൾക്ക് തന്നെ ഈ ഭൂതത്തിനെയും കൊല്ലാൻ കഴിയും. അതിനായിട്ടൊരു കടാര എടുത്തിട്ട് നമ്മുടെ ഏഞ്ചൽ അവന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കൈ പിടിച്ച്, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല, നിങ്ങൾക്കറിയില്ല ഞാൻ ഒരു സാധാരണ ടൈലറാ, ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷേ നമ്മുടെ ഈ ഒരു നാട്ടുകാർ എല്ലാവരുടെ ജീവൻ, ഒരുപാട് സ്ത്രീകള് ഇപ്പൊ നമ്മുടെ ബിട്ട് വന്നിട്ട് കരഞ്ഞു പറയാണ്, എന്റെ ചിട്ടി അവന്റെ കയ്യിലടാ, ഒന്ന് സഹായിക്കടാ. അങ്ങനെ അവസാനം വിക്കി ഇതിന് സമ്മതിക്കുകയാണ്. അതായത് ഈ ഒരു ഏഞ്ചൽ കൊടുത്ത ആ ഒരു പഴയ കത്തി ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് ആ ഒരു ഭൂതത്തിന്റെ നെഞ്ചിൽ കുത്തുകയാണെങ്കിൽ അതിനെ കൊല്ലാൻ കഴിയും. പക്ഷേ അവൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാൻ പറ്റും, അതിനൊരു എളുപ്പ വഴിയുണ്ടെന്ന് രുദ്ര പറയാണ്. ആള് പെൺവിഷയത്തിൽ ഒരു ഇച്ചിരി എന്താ പറയുക സുഖേടുള്ള ആളല്ലേ. നമുക്ക് ഇവിടെ ഒരു നല്ലൊരു നൃത്ത പരിപാടി എന്നെ സംഘടിപ്പിച്ചു കളയും, അതിനിപ്പോ ആര്യ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ആരും വരാൻ പോകുന്നില്ലല്ലോ. അപ്പൊ രുദ്രബയ്യ പറയാണ്, പുറത്ത് എന്റെ ഒരു പരിചയക്കാരിയുണ്ട്, ഞാൻ അവളെ കൊണ്ടുവരാന്ന് പറയാണ്. ശ്യാമ, നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി അവൾ ഇങ്ങോട്ടേക്ക് വരുമോ? അപ്പൊ രുദ്ര പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി ശ്യാമ ഇങ്ങോട്ടേക്ക് വരുന്ന അറിയണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, നിങ്ങൾ വാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി നേരെ ഒരു സർക്കസുകാരുടെ ടെന്റിലേക്ക് പോവാണ്. എന്തോ വലിയ കാര്യത്തിൽ ഒരു മോതിരൊക്കെ കൊടുത്തിട്ട് ഇത് കാണിച്ചാൽ മതി, അവര് വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് വലിയ ഗെറ്റപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് കൂടാരത്തുനിന്ന് വിളി വന്നു. ഇവരെല്ലാവരും പോയി നോക്കുമ്പോൾ നല്ലൊരു സുന്ദരി കുട്ടി, മറ്റാരുമില്ല നമ്മുടെ തമലൻ ചേച്ചി തന്നെ, നമ്മുടെ രുദ്രബായുടെ പണ്ടത്തെ ലവറാണ് കേട്ടോ ശ്യാമ. അപ്പൊ ഈ ശ്യാമയുടെ ഭംഗി കണ്ട് ഇവര് 3 പേര് മണ്ണാക്കും പൊളിച്ചിരിക്കുകയാണ്, വിക്കിയും ബിട്ടും ചിട്ടിയും. അങ്ങനെ ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് രുദ്ര കാര്യങ്ങളൊക്കെ പറയാണ്, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, എനിക്കൊരു സഹായം നീ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ശ്യാമ പറയാണ്, എന്റെ ജീവൻ വരെ ഞാൻ നിനക്ക് തരും, എന്നാ പിന്നെ എന്റെ നാട്ടിലേക്ക് വന്നിട്ട് നീ ഒരു നൃത്ത പരിപാടി അറേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്യാമ പറയാണ്, ഞാൻ ജീവൻ തരുമെന്നൊരു തമാശക്ക് പറഞ്ഞാ, ജീവൻ ശരിക്കും അങ്ങോട്ട് തരണല്ലേ. ഇപ്പൊ രുദ്ര പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഒന്നും പറ്റാൻ പോകുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും പറഞ്ഞതനുസരിച്ച് നേരെ ആ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഒരു നൃത്തത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ടും കൂത്തും ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അതായത് ഈ ഒരു പരിപാടി കാണുമ്പോൾ ആകൃഷ്ടനായിട്ട് ആ ഒരു ഭൂതം ഇങ്ങോട്ടേക്ക് വരുമല്ലോ. എന്നാൽ ഈ പരിപാടിയിലൊന്നും നിൽക്കാതെ നമ്മുടെ കഥാനായിക, അതായത് ഏഞ്ചൽ, അവളുടെ ആ ഒരു മുടി ഉപയോഗിച്ച് കല്ലിലെല്ലാം അത് വെച്ച് അടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്തിന് രുദ്രബായി ജനയും കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട്, എടാ നീ കണ്ണടച്ചു നോക്ക്, അതിങ്ങോട്ടേക്ക് വരുന്നുണ്ടോ നോക്കാൻ പറയാണ്. എന്നാൽ ജന കണ്ണടച്ച് നോക്കിയപ്പോ രുദ്രബായി അതിവിടെ എത്തിന്ന് പറയാണ്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും എന്നിട്ടുള്ള ഒരു ഒച്ച കേൾക്കാണ്. എല്ലാവരും അമ്പരന്ന് പോയി, കരണ്ടും പോയി. അങ്ങനെ ഇവര് നോക്കി നിൽക്കുമ്പോൾ തലയില്ലാത്തൊരു സാധനം അവിടെ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാ ആണുങ്ങളും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ശ്യാമയുടെ ചുറ്റും നിൽക്കുകയാണ്, അവളെ ഈ ഒരു ഭൂതം കൊണ്ടുപോകാതിരിക്കാനായിട്ട്. എന്തായാലും പിന്നീട് ഇതിനിടയിൽ നിന്നും കത്തി എടുത്തുകൊണ്ട് വിക്കി പുറത്തേക്ക് വരികയാണ്. അതുപോലെ ഏഞ്ചല് അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആ ഭൂതത്തിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി, നിനക്ക് അതിനെ തോപ്പിക്കാൻ കഴിയും. അങ്ങനെ സകല ധൈര്യം സംഭരിച്ച് പേടിത്തൊണ്ടനായിട്ടുള്ള നമ്മുടെ വിക്കി ആ ഒരു കത്തിയുമായിട്ട് ഭൂതത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അതിന്റെ കണ്ണിലേക്ക് നോക്കിയാലല്ലേ അതിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിന് കണ്ണല്ല തലയില്ല. ഈ കളിയിൽ അങ്ങനെയല്ല, തല കാണിക്കണം, അപ്പൊ എനിക്ക് നിന്റെ കണ്ണുക്ക് നോക്കാൻ പറ്റുള്ളൂ, എന്നാലേ നിന്നെ കൊല്ലാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ എന്റെ തലയിലേക്ക് നോക്കിക്കോടാന്ന് പറഞ്ഞിട്ട് ഷാളിന്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ച തലയെടുത്ത് ഒരൊറ്റ പൊക്കലാണ്. ആ കണ്ണിന്ന് വന്ന വെളിച്ചത്തിൽ ഇവരെല്ലാവരും അവിടെ വീണുപോയി. പ്രത്യേകിച്ചും നമ്മുടെ ഒരു വിക്കി, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അതിൽപ്പെട്ട് മയങ്ങി പോവാണ്, ആർക്കും അനങ്ങാൻ കഴിയുന്നില്ല. ഈ ഒരു കാര്യമെല്ലാം ഒഴിഞ്ഞു നിന്ന്, അതായത് മുകളിൽ നിന്നും രുദ്രയും അതുപോലെ തന്നെ നമ്മുടെ ഈ ജനയും കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വശ്യതയിൽ ഇവര് പെട്ടുപോയില്ല. എല്ലാവരുടെയും കണ്ണിന്റെ ആ ഒരു നിറം മാറി. ഈ ഭൂതം എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം നേരെ പോയിട്ട് ശ്യാമ എന്ന ആ ഒരു നൃത്തക്കാരിയെ മുടി കൊണ്ട് ചുരുട്ടിക്കൂട്ടി അവനെടുത്തോണ്ട് പോവാണ്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിക്കിക്ക് ബോധം വരുന്നത്. അവന്റെ കണ്ണിൽ മുഴുവൻ ഒരു വിളിച്ചായിരുന്നു, കത്തി അവിടെ, എന്താ ഇവിടെ സംഭവിച്ചത്, ഒരു പിടുത്തവും ഇല്ല. എന്തായാലും പണി നല്ല അസലായിട്ട് പാളിന്ന് പറയാം. ഇവര് ട്രാപ്പായിട്ട്
കെട്ടുവെച്ച ആ ഒരു ലേഡിയെ തന്നെ, നൃത്തക്കാരിയെ തന്നെ ആ ഒരു ഭൂതം വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പ്ലാനും പൊട്ടി, പെണ്ണും പോയി, ആകെ ശോകാവസ്ഥയിലാണ് നമ്മുടെ രുദ്രാബായി. അതുപോലെ തന്നെ വിക്കി ആണെങ്കിലും ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ഏഞ്ചലി വരികയാണ്. ഏഞ്ചലിനെ കണ്ട പാടിനെ ഇവന് ദേഷ്യം പിടിക്കുകയാണ്. നീ ഒരു ചതിച്ചാണ്, പ്രശ്നം ഉണ്ടായപ്പോൾ നീ അങ്ങോട്ടേക്ക് വന്നില്ലല്ലോ, അവന്റെ കണ്ണിലേക്ക് നോക്കിയാൽ തോൽപ്പിക്കാൻ പറ്റും എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, പിന്നെ നീ ആരാണെന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, നാട് പറഞ്ഞിട്ടില്ല, മമ്മിയുടെയും ഡാഡിയുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഏഞ്ചലി പറയാണ്, സമയമാകുമ്പോൾ ഞാൻ എന്റെ എല്ലാ കാര്യം നിന്നോട് പറയും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കണം, ധൈര്യം സംഭരിക്കണം, നമുക്ക് മുന്നോട്ടേക്ക് പോവുക തന്നെ വേണം, അവൻ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അങ്ങനെ ഇവര് താഴേക്ക് വന്നപ്പോൾ അവിടെ തന്നെ ജന ഉണ്ടായിരുന്നു. ജന ഈ ഒരു ലേഡിയെ കണ്ട പാട് തന്നെ നല്ല ചീത്ത പറയാൻ നോക്കുമ്പോൾ നിന്റെ സഹോദരിയാണ്, ഒന്നും പറയരുത്, അവർക്കൊരു അബദ്ധം പറ്റിയതാണ്, പറയുന്നത് കേൾക്കുന്ന പറയണം. ഇതേ സമയത്ത് തന്നെ രുദ്രാബായിയെ നോക്കുകയാണെങ്കിൽ ആകെ ഫീസ് പോയി നിൽക്കുകയാണ്. കാരണം എന്താ, ഒരു കുഴപ്പവും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ കൊണ്ടുവന്നിട്ട് ശ്യാം ഇപ്പൊ എവിടെയാണെന്ന് പോലും രുദ്രാബായിക്ക് അറിയില്ല. അതിനിടയിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ രാത്രിയിൽ ആ ഒരു ഭൂതത്തിന്റെ വശ്യതയിൽ പെട്ടുപോയില്ലേ, അതിൽ നമ്മുടെ ബിട്ടു അടക്കണ്ടി ഇവന്മാരെല്ലാവരും പട്ടാ പകല് ചെണ്ടയും കൂട്ടി ഒരുമാതിരി കണ്ണാക്കിയിട്ട് അങ്ങനെ നടക്കുകയാണ്. സ്ത്രീകൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും ഉള്ളിൽ കയറിയിരിക്കണം, എല്ലാവർക്കും ഭയങ്കര അച്ചടക്കം ഉണ്ടായിരിക്കണം. പിന്നെ ഈ നാട്ടിലെ നാട്ടുകാർ സ്ത്രീക്ക് വേണ്ടി ശില്പങ്ങൾ ഉണ്ടാക്കിയില്ല, അതെല്ലാം മൂടിക്കളയാൻ പറയണം. ഇതിനു പുറമെ മൈക്കും കെട്ടി പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. പാവൻ ചന്ദ്രഭാനും അവന്റെ തല വെട്ടിക്കളഞ്ഞു. എല്ലാത്തിനും കാരണം ആ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ പച്ചയ്ക്ക് പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞ് അപമാനിക്കുകയാണ്. അതായത് പുരുഷന്മാരുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു അരാജകമായ ചിന്ത ഉണ്ടല്ലോ, ആ ഒരു ചിന്തയുള്ള ആളാണ് ഈ ചന്ദ്രഭാനു. സോ അയാളുടെ ആഗ്രഹപ്രകാരമാണ് ഇവരെല്ലാവരും കൺട്രോൾ ചെയ്യപ്പെട്ട് ഇവരെല്ലാവരും അതേ കാര്യങ്ങൾ ചെയ്യാണ്. സോ എന്തായാലും അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിൽ ഇപ്പോൾ നമ്മുടെ ബിട്ടു ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് രുദ്രയ്ക്ക് അടുത്ത ക്ലൂ കിട്ടുന്നത്. അതായത് ഇതിനെല്ലാത്തിനും മുമ്പേ ആയിട്ട് ഒരു സൂചന നമ്മുടെ രുദ്രയ്ക്ക് ഒരു കത്തിലൂടെ ഒരാൾ അയച്ചു കൊടുത്തല്ലോ. ചന്തേരി പുരാണത്തിലെ ഒരു 3-4 പേജ്. ആ കത്ത് എവിടുന്നാ വന്നേന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഭോപ്പാലിലുള്ള ഏതോ ഒരു ആണുങ്ങളുടെ ഭ്രാന്താശുപത്രിയിൽ നിന്നാണ്. ചുമ്മാ ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഇവര് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അവിടുന്ന് ആരയച്ചു, എന്തിനയച്ചു എന്നൊന്നും അറിയില്ല. ആശുപത്രി പോയ പാട് തന്നെ കുറേ ഭ്രാന്തന്മാരെയാണ് കാണുന്നത്. ഇതിൽ ചന്തേരിയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു കിടക്കുമ്പോൾ ഭ്രാന്തന്മാരുടെ ഭ്രാന്തനായ ഒരുത്തനെ അവിടെ കാണുകയാണ്. മറ്റാരുമല്ല, അക്ഷയ് കുമാറാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഭ്രാന്തന്മാരുടെ രാജാവായിട്ടാണ് അവൻ അവിടെ കഴിയുന്നത്. അങ്ങനെയാണ് അവൻ വിചാരിക്കുന്നത്. ശരിക്കും അക്ഷയ് കുമാറിന്റെ ഈ ക്യാരക്ടർ തന്നെയാണ് ഇവർക്ക് മുന്നറിയിപ്പായിട്ട് ആ ഒരു കത്തുകൾ അങ്ങോട്ടേക്ക് അയച്ചത്. കാരണം തലയില്ലാത്ത ആ ഒരു ഭൂതത്തിന്റെ രക്തപരമ്പരയിൽപ്പെട്ട ആളാണ് ഈ ഒരു ഭ്രാന്തൻ. സോ ഇയാൾ അതിനെക്കുറിച്ച് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കീഴ്പ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ലോകത്തേക്ക് പോകണമെങ്കിൽ ആണും പെണ്ണും ഒന്നായിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. അതുപോലെ അവന് ആവശ്യം, അല്ലെങ്കിൽ അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിർത്തണമെങ്കിൽ അവനൊരു ബലി ആവശ്യമാണ്, ഒരു സ്ത്രീയുടെ ബലി. ഇത് കേട്ട പാട് തന്നെ ഇവരൊരു തേങ്ങയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നാൽ വരുന്ന സമയത്തെല്ലാം ഇവരിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഈ സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവർക്കാർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ രുദ്ര ആലോചിച്ച് നോക്കിയിട്ട് പറയണ, എനിക്കിപ്പോൾ കിട്ടി. നമ്മുടെ ഈ ജന എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോൾ തന്നെ ജനയുടെ മുഖം മാറുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, ഞാൻ ആണും പെണ്ണും കെട്ടവനാണെന്നാണോ? അങ്ങനെയല്ല. ഇപ്പൊ വിക്കി വന്നിട്ട് പറയാണ്, അതല്ല ജന, ചിലപ്പോ അങ്ങനെ ആയിരിക്കും, നമുക്കൊന്ന് ആ വഴിക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞപ്പോ ജന പറയണേ, വെറുതെ അനാവശ്യം പറയാൻ നിൽക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്താ ആ മലമൂട്ട് ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ അരുണാചൽ പ്രദേശിൽ നിന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതുപോലെ ഞാൻ അവിടെ കിടന്നില്ലേ, എന്നോട് ഈ പരിപാടി ചെയ്യാൻ നിൽക്കരുത്. ഇതേ സമയത്ത് തന്നെ ഒരു സൗമ്യമായ രീതിയിൽ രുദ്രപഴ, എടാ അത് പിന്നെ ഞാൻ ചെറിയ പ്രായത്തിൽ നീ കുളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്നിട്ട് പൊത്തിപ്പിടിക്കുകയാണ് അവര്. അല്ല ചിലപ്പോ നിന്നെ കൊണ്ട് പറ്റുമായിരിക്കും എന്ന രീതിയിൽ പറയാൻ വരുമ്പോ നമ്മുടെ ഏഞ്ചൽ പറയണേ, നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നുമല്ല, അർദ്ധനാരീശ്വരൻ, അതാണ് ആ ഒരു ഭ്രാന്തൻ ഉദ്ദേശിച്ചത്. മഹാദേവന്റെ ശക്തിയിൽപ്പെട്ട ഒരു ഭാഗമാണത്. കാര്യങ്ങളെല്ലാം എനിക്കറിയാം, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി, പക്ഷെ ആ ഒരു ഭൂതത്തിനെ കൊല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണെന്ന് പറയാണ്. പിന്നീട് ഇതിന് ശേഷം ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചെറിയ പിച്ചാത്തി കൊണ്ട് വിക്കിയെ കൊണ്ട് ഒരു മത്തനെല്ലാം വെച്ച് കുറെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അതിന് പുറമെ കെട്ടിത്തൂക്കിയ കുറെ തലയെല്ലാം വെച്ച് ഇതിന്റെ ഉള്ളിലൂടെ സാഹസികമായിട്ട് പോകുന്ന രീതിയിൽ അവനെ കൊണ്ട് പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നാട്ടിൽ ആ ഒരു ഭൂതത്തിന്റെ ആ ഒരു വശ്യതയിൽ പെട്ടുപോയ എല്ലാ ആണുങ്ങളും, ഏകദേശം ഭൂരിഭാഗം ആണുങ്ങളും, ഇവരൊരു 4-5 പേരല്ലാതെ വേറെ ആരും അതിന്റെ ആ ഒരു വശ്യതയിൽ പെടാതില്ല. സോ എല്ലാ ആണുങ്ങളും സ്ത്രീകളൊക്കെ വീട്ടിൽ പൂട്ടിയിടുകയാണ്. മാത്രമല്ല വരാൻ പോകുന്ന ആ ഒരു ഉത്സവത്തിൽ ഇനി പങ്കെടുക്കാൻ പോകുന്നത് പുരുഷന്മാർ മാത്രമായിരിക്കും. എന്തായാലും ഇതിനിടയിലാണ് ഈ ഭൂതത്തിന്റെ താവളത്തിലേക്ക് ഇവർ പോവാൻ നിൽക്കുന്നത്. അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നാലെ വന്ന ബിട്ടു ചോദിക്കുകയാണ്, എങ്ങോട്ടാ മക്കളെ പോകുന്നേ? അപ്പൊ തന്നെ പൊക്കാണ് ബിട്ടുവിനെ. വായും കൈയെല്ലാം കെട്ടിയിട്ട് അവനെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പഴയ കോട്ടയുടെ ഉള്ളിലേക്ക് പോവാണ്. ഇതിനുശേഷം അവിടെ ഒരു ചുമര് കാണിച്ചിട്ട് പറയണ, ഈ ചുമരിനുള്ളിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. പക്ഷേ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ആണും പെണ്ണും കൂടെ ഒരുമിച്ചായിരിക്കണം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പതിയെ വിക്കി അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഭയങ്കര സന്തോഷമാണ്. ആണും പെണ്ണും ഒരുമിക്കാന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ എല്ലാം കൊടുത്ത് അങ്ങനെ നിൽക്കുക എന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിക്കിക്ക് ഭയങ്കര നാണാവുകയാണ്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് രുദ്രാബായിന്റെ അടുത്തൊക്കെ നോക്കി കൈ കാണിച്ചിട്ടാണ് പോകുന്നത്. അതിന് അവളുടെ അടുത്തേക്ക് പോയി നിന്ന് കുറച്ചുകൂടെ അടുത്തേക്ക് പോകാന്ന് പറയുമ്പോൾ അവനിങ്ങനെ നാണം കൂടിക്കൂടി വരികയാണ്. അടുത്തേക്ക് പാടാന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം പോവുകയാണ്. അവളുടെ നെറ്റിയോട് ഇങ്ങനെ ചേർന്ന്
നിൽക്കുന്നുണ്ട്. പിന്നീട് കണ്ണടച്ച് ഒരു ചുമ്മനം കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കുന്നു പറയുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിക്കി ഇപ്പൊ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു ഏഞ്ചൽ ഉണ്ടല്ലോ, അവളുടെ ആ ഒരു മുടി ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തോ ഒരു മാന്ത്രിക വിദ്യ കാണിക്കുകയാണ്. അതോട് കൂടിയിട്ട് വിക്കിയുടെ ഉള്ളിലേക്ക്, അവന്റെ ശരീരത്തിനുള്ളിലേക്ക് നമ്മുടെ ഏഞ്ചൽ കയറുകയാണ്. ഇതാണ് ആണും പെണ്ണും ഒന്നാവുക എന്നതുകൊണ്ട് ആ ഒരു ഭ്രാന്തൻ ഉദ്ദേശിച്ചത്. അതൊരു വല്ലാത്തൊരു മായാക്കാഴ്ചയായിരുന്നു കേട്ടോ. ഇതിനുശേഷം ആ ഒരു എന്താ പറയാ കല്ലുണ്ടല്ലോ, ഇതിനുള്ളിലേക്ക് ഇവർ നടന്നു പോകുമ്പോൾ സുഖമായിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റും. എന്നാൽ ഇത് കണ്ട ജനം വിചാരിക്കുകയാണ് വിക്കിക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, അവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അതിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഇവന്റെ തല പോയിട്ട് കല്ലിടിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ഭൂതത്തിന്റെ ലോകത്തിലേക്ക് വന്ന നമ്മുടെ ഈ ഒരു വിക്കിയും അതുപോലെ തന്നെ ഏഞ്ചലിനെയാണ്. പിന്നീട് ഏഞ്ചൽ അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിനുശേഷം ഉണ്ടല്ലോ വിക്കി അങ്ങനെ നടക്കുമ്പോൾ ആഹാ എന്ത് കിടിലൻ സ്ഥലമാണ്, ചന്തേരിയിലേക്ക് ഇനി ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഒരു കുഴിയും അതിൽ നിറയെ തിളച്ച് മറിയുന്ന ലാവയും അതിനപ്പുറത്തായിട്ട് ഈ ഭൂതം തട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെയും കാണിക്കുകയാണ്. ഒരു വല്ലാത്ത അത്ഭുതപ്പെടുന്ന ഒരു മായാലോകം തന്നെ. സോ ഇനിയാണ് ഓരോ രഹസ്യങ്ങളായിട്ടും ഓരോ കാര്യങ്ങളായിട്ടും നടക്കാൻ പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയത് കൊണ്ട് തന്നെ ഇതിനൊരു രണ്ടാം ഭാഗം കൂടി ഉണ്ടാവും. അതായത് ഈ വീഡിയോയ്ക്ക് അത് നാളെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നില്ലേ, അതിൽ ഞെക്കിയാൽ നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾ ഒരുപാട് നിരാശപ്പെടുത്തില്ല. നാളെ തന്നെ ഇതിന്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ വരും കേട്ടോ. അപ്പൊ അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ.